എല്ലാവർക്കും നമസ്കാരം. കോമഡി മാത്രമല്ല, ഹാപ്പിനെസിന്റെ കൂടി ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജുമായിട്ടാണ് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. മലയാളം ടെലിവിഷനിൽ തന്നെ ദി എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് 1 hour എന്ന് പറയുന്നത് ഇസ് മോർ ഫിൽഡ് വിത്ത് fun and happiness. അപ്പോൾ സ്വാഗതം. So let me now welcome the captain of our ship, Ramesh Pishardi. Ramesh ഏട്ടാ, സ്വാഗതം. Our most favorite and talented actor, Aju Varghese. Aju ഏട്ടാ, welcome. അങ്ങനെ നമ്മൾ സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. We have Shibal Zain. Welcome Shibal. ഹായ് രമേശ് ചേട്ടാ. ഹായ് അജു ചേട്ടാ. ഹലോ. ഈ സമയത്തിനെത്തുക പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ബോയ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയത്തിനെത്തുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാളും ബുദ്ധിമുട്ട് ആർക്കാന്നറിയോ? രാവിലെ നമ്മൾ വിളിക്കാൻ ഏൽപ്പിച്ച അമ്മമാർക്കാ. എങ്ങനെയാ രാവിലെ എൻ്റെ അമ്മക്ക് എങ്ങനെ ഉമ്മ എങ്ങനെ വിളിക്കലേ? എടാ ശിബിലെ എണീക്കടാ, എനിക്ക് 9:30 കോളേജില്ലേ, 9:15 പെട്ടെന്ന് എണീക്കേ. നമ്മൾ കണ്ണും തിന്മി എണീറ്റ് ക്ലോക്കൊക്കെ നോക്കുമ്പോൾ 8 മണിയായിട്ടുണ്ടാവുള്ളൂ. ഈ നേരം വൈകി എണീക്കുമ്പോഴുള്ള ഒരു വ്യത്യസ്തമായ കാര്യം എന്താണെന്നറിയോ? നേരം വൈകിട്ട് എണീക്കുമ്പോൾ നമ്മൾ ഒരു സാധനം തിരഞ്ഞാൽ കിട്ടൂല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള സാധനം കൂടി നമുക്ക് തിരഞ്ഞാൽ കിട്ടൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരം വൈകി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വേറെ വേറെ സ്ഥലത്താണ്. നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ എത്തണം, അവിടുന്ന് പെട്ടെന്ന് കോളേജിൽ പോകണം എന്നാണ്. മനസ്സ് ശരീരത്തിന് എങ്ങനെ വിളിക്കും? എടാ വാടോ, പെട്ടെന്ന് വാ 5 മിനിറ്റ് കൊണ്ട് ബസ് തരും, സൂപ്പർ കിങ് എത്താനായി, പെട്ടെന്ന് വാ. അപ്പൊ ശരീരം എങ്ങനെ പെട്ടെന്ന് വരണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ പാൻറ്റും ഷർട്ടും ഇടാതെ ഞാൻ എങ്ങനെ വരിക? ഈ തോർത്തെടുത്തുകൊണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിൽ വരാൻ പറ്റുമോ? ഞാൻ കോളേജിൽ പുലിക്കളിക്കല്ല പോകുന്നത്. ഈ തോർത്തുകൊണ്ട് നില കൊള്ളുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന് വരെ തെളിയിക്കാൻ പറ്റൂല. കാര്യം ഇത് വല്യപ്പാക്ക് സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയ തോർത്താ. ഈ തോർത്തുമുണ്ടിൽ ഫുള്ള് ഓട്ടയാണ്, കുറച്ച് നൂലുകൾ ആയിക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ശാസ്ത്രം പറയും ദിസ് തോർത്തുമുണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ നേരം വയ്യ സമയത്ത് നമുക്കൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. നമുക്ക് ഒറ്റ വഴിയുള്ളൂ. അമ്മ എൻ്റെ പാൻ്റ് എവിടെ? അമ്മ എൻ്റെ ഷർട്ട് എവിടെ? അമ്മ ഒരു പരിഹാരം പറഞ്ഞുതരും. ഇതൊരു പെണ്ണെണ്ണ് കെട്ടിക്കോ. അമ്മ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പെണ്ണ് കെട്ടിക്കോ എന്നാ പരിഹാരം പറയാം. അമ്മ എന്നെ തേനീച്ച കുത്തി, ഇതൊരു പെണ്ണ് കെട്ടിക്കോ. പൊതുവെ അമ്മമാർ രാവിലെ നേരത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാൻറ്റും ഷർട്ടും കിട്ടിയാൽ മതി, പക്ഷെ അമ്മമാർക്ക് എൻ്റെ കാര്യം നോക്കണം, ഉപ്പാൻ്റെ കാര്യം നോക്കണം, പങ്ങളുടെ കാര്യം നോക്കണം. ഇനി വീട്ടിൽ കോഴിയോ താറാവോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊക്കെ അമ്മമാർക്ക് നോക്കണം. ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് മുട്ടിടുന്നതും അല്ലാത്തതുമായി കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. ഞാൻ ഈ കോഴികളുടെ കാര്യമൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനൊക്കെ ഭയങ്കര പെറ്റ് ലവറാണ്. നമ്മൾ പെറ്റ് ഫ്ലിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് പെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് ഈ ജീവികളോട് വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പോൾ വീട്ടിൽ കോഴി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഈ കോഴീൻ്റെ കാര്യമൊന്നും അധികം മൈൻഡേ ചെയ്യില്ല. അപ്പോൾ വ്യത്യസ്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കോഴി ഞാനും തമ്മിലൊരു ഈഗോ ക്ലാഷാണ്. കോഴിക്കും ചാടാ, എനിക്ക് കോഴീനോട് അങ്ങോട്ടും ചാടാ, കോഴിക്കും എന്നോടും ചാടാ. ഞാൻ ഈ കോഴി ഒരു ജീവി വീട്ടിലുണ്ടെന്ന് ഞാൻ ഓർക്കലേ ഇല്ല. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ കോഴി വീട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ പോകുന്ന വഴിക്ക് ഓരോ ജാടട്ട് വെച്ചിട്ട് കോഴി ഇങ്ങനെ പോകും. ഞാനാണെങ്കിൽ കറക്റ്റ് ആ ജാടയിൽ ചവിട്ടും ചെയ്യും. കോഴി ഇങ്ങനെ വന്നിട്ട് എന്താ എനിക്ക് ഇന്നൊന്നും മൈൻഡ് ചെയ്താല്? ഞാനും ഈ വീട്ടിലാണ്, എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഞാനും കോഴി, നീയും കോഴി. +2 നിന്റെ വിളിപ്പേര് ഗിരിരാജൻ നേനു, അത് നീ മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ നേരം വൈകി നേരത്തെ ഈ ഹറിബറിയിൽ നിൽക്കാണല്ലോ, നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അലമാര ഒന്ന് തുറക്കണം അടുത്തായിട്ട്. ഈ അലമാരൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗേൾസിൻ്റെ അലമാരയും ബോയ്സിന്റെ അലമാരയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഗേൾസിന്റെ അലമാര എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ, അടുത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ, ഗാഡ്ജറ്റും വളയും അലങ്കാരവും മറ്റേ നെറ്റിപ്പട്ടം വരെ ഉണ്ടാവും അവിടെ. ബോയ്സിന്റെ അലമാര ആണെങ്കിൽ ഇത് ഈ ഗേൾസിന്റെ അലമാര തുറക്കുമ്പോൾ ഒരു നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും. ബോയ്സിന്റെ അലമാര തുറക്കുമ്പോൾ ഈ മെറ്റൽ ലോറിന്റെ ബാക്കത്തെ ഡോറ് തുറക്കുന്ന വരിക, തുറക്കുന്നിട്ട് ഇങ്ങോട്ട് മാറിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ പാടെ മേത്ത് കൂടി വീഴും. അമ്മനോട് ഇത് എടുത്തു തരാൻ പറയേണ്ടി വരും. നമ്മൾ അരമണിക്കൂർ, ഈ നേരം വൈകിയ നേരത്തെ ഉണ്ടല്ലോ, കോളേജിൽ ഇപ്പോൾ 1 hour കഴിഞ്ഞിട്ടുണ്ടാവും, ബസ്സൊക്കെ പോയി ഉണ്ടാവും. നമ്മൾ ഈ അരമണിക്കൂർ ഇന്ന് തിരഞ്ഞാലും നേരം വൈകിയ സമയത്ത് നമുക്ക് ഈ പാൻറ്റും ഷർട്ടും കിട്ടൂല. അമ്മ വരേണ്ടി വരും. അമ്മ ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ഒന്നായിട്ട് പെരുന്നെടുക്കായിരിക്കോട്ടോ, എന്നാ ഇതല്ല എൻ്റെ പാൻറ്റ്, എന്നാ കൊണ്ടേക്കോ, ഇതെൻ്റെ ഷർട്ട്. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കിക്കും. അരമണിക്കൂർ നമ്മൾ ഇന്ന് തിരഞ്ഞ സാധനം 1 സെക്കൻഡ് കൊണ്ട് ചത്ത എലിക്കുട്ടിനെ പിടിച്ചോണ വരെ അമ്മ നമുക്ക് കൊണ്ടുവരും. എന്തായാലും നമുക്ക് സമാധാനമായി. കാര്യം എന്താ, നമുക്ക് ഈ പാൻറ്റും ഡ്രസ്സും കിട്ടി. ഇനി ബാഗൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ പോയാൽ മതി. 2 ചെരുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താം, എന്നിട്ട് പെട്ടെന്ന് കോളേജിൽ പോവാം. ഈ 2 ചെരുപ്പ് ചിലപ്പോൾ നമ്മളെ പൊട്ടം കളിപ്പിക്കാറുണ്ട്. കാര്യം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്, ഞാൻ വീടിൻ്റെ മുന്നിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പ് ബാക്കിലാവും, വീടിൻ്റെ ബാക്കിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പ് മുമ്പിലാവും നേരം വൈകിയ നേരത്ത്. ഇനി വീടിൻ്റെ മുമ്പിൽ ചെരുപ്പ് ഉണ്ടോയെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ വീടിൻ്റെ ബാക്കിൽ പോയാലോ,
അപ്പൊ ചെരുപ്പ് ശരിക്കും മുമ്പ് തന്നെ കയറാം. ഓക്കെ, അപ്പൊ വീടിന്റെ അടുക്കളന്റെ ഭാഗത്ത് ഞാനൊരു ചെരുപ്പ് കണ്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ സമാധാനമായി എന്ന് പറഞ്ഞ് എന്റെ കാല് ഞാൻ ചെരുപ്പിലോട്ട് വെക്കും. ഒരു കാല് ചെരുപ്പിലോട്ട് ഇട്ടു, രണ്ടാമത്തെ കാല് വെക്കാൻ നേരത്തെ രണ്ടാമത്തെ ചെരുപ്പ് കാണാണ്ടാവില്ല. അടുക്കളന്റെ ഭാഗത്ത് അറിയോ ഒരുപാട് ചെരുപ്പുകൾ ഇങ്ങനെ പെരന്നെടുക്കണ്ടാവും. ഞാനാണെങ്കിൽ കൊറ്റി വെള്ളം കുടിക്കാൻ പോകുന്ന നിൽക്കാണ്. ഈ ചെരുപ്പ് എന്തായാലും കാണണം. അപ്പൊ നോക്കുമ്പോണ്ടാവും നമ്മുടെ ചെരുപ്പ് രണ്ടാമനുണ്ടല്ലോ മറിഞ്ഞെടുക്കാവും. അപ്പൊ കൂട്ടത്തിലായതുകൊണ്ട് മറിഞ്ഞെടുക്കായതുകൊണ്ട് നമുക്ക് ഈ ചെരുപ്പ് കാണൂല. അപ്പൊ നോക്കുമ്പോ മനസ്സിലായി ആള് മറിഞ്ഞെടുക്കാണ്. നമ്മൾ സമാധാനത്തോട് കൂടിയിട്ട് ആ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഇതും കൂടി എടുത്താൽ പോവാലോ, ഈ ചെരുപ്പും കൂടി എടുത്താൽ പോവാലോ. അങ്ങനെ നമ്മൾ ആ ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടാവും കോഴിക്കോട് അടുക്കളൻ്റെ അവിടെയുള്ളോ. ഞാൻ ജീവിതത്തിൽ ഒന്നും കൂടി ഓർക്കും എൻ്റെ വീട്ടിലൊരു കോഴി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ചെരുപ്പും കൂടി ഇട്ട് സമാധാനത്തോടുകൂടി ബസ് സ്റ്റോപ്പ് പോവാണ്. ഇപ്പം എല്ലാം റെഡിയായി. കോളേജിൽ ഒരു അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കും കോളേജിൽ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹലോ എടാ ശ്രീജിത്ത്, എന്തായിടാ കോളേജിൽ ഫസ്റ്റ് അവർ മിസ് കയറിയുണ്ടോ? ആടാ ശിബിനെ എവിടാ ജി വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ആടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ കയറാൻ നിൽക്കാണ്. എടാ ഇജി ഇനി കോളേജിൽ വരണ്ട കേട്ടോ, കോളേജിൽ ഇന്ന് സ്ട്രൈക്കാണ്. എന്താ സ്ട്രൈക്കിന് എന്താടാ കാരണം? ഞാൻ ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. അതെടാ കൊമേഴ്സ് ബ്ലോക്കിൽ ജനവാദിന്റെ വിജാഗിരി ലൂസ് ആയിട്ടുണ്ട്. മിക്കവാറും പ്രിൻസിപ്പാൾ രാജിവെക്കേണ്ടി വരും. താങ്ക് യു. സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഷിബിലേ, പറയ്. 2-3 കാര്യങ്ങളുണ്ട്. ഇനി നീ തമാശയൊന്നും പറയാതെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങളൊരു 10-15 മിനിറ്റ് കേട്ടിരിക്കും. നീ ഒരു തമാശയും പറയണ്ട. അതിനുള്ള എന്തൊക്കെയോ ചില ഇനങ്ങളും ഒരു നിഷ്കളങ്കതയും അങ്ങനെയാണല്ലോ ചില പിള്ളേരെ നമ്മളൊക്കെ അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരു പരിപാടിയും പ്രസന്റേഷനും ഒക്കെ നിനക്കുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതെ. മറ്റൊന്ന്, നമുക്ക് അകാരണമായി നിന്നോടൊരു ഇഷ്ടം തോന്നും. നീ ചിലപ്പോൾ ഒരു 100 രൂപ കടം ചോദിച്ച് തന്നു പോവും, ഒരു പരിചയമില്ലേലും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ചെരുപ്പ് മുന്നിലും പുറകിലും ആകുന്ന വിഷയം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെ അതിന് പിന്നെ ഒരു വാതിലേ ഉള്ളൂ. പുറകിൽ വാതിൽ തുറന്ന് ചാടിയ പുറത്തേക്ക് വീണു, റോട്ടിലോട്ട് വീണു പോകും. അതുകൊണ്ട് അവിടെ വാതിലില്ല, ഈ പ്രശ്നം തീരുന്നു. പിന്നെ അലമാരയുടെ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട് കേട്ടോ. ഞാനൊക്കെ ഞങ്ങളുടെ അലമാര വൃത്തിയായിട്ട് വെക്കുന്ന ആളാ. മാത്രമല്ല പെണ്ണുങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ 90% ഉടുപ്പ് മടക്കാൻ പറ്റിയല്ല. നമുക്ക് ഈ ഷർട്ടും ടീഷർട്ടും ഒക്കെ മടക്കി അങ്ങ് വെക്കുന്നതിനകത്ത് ഒരു മരുങ്ങുണ്ട്. പെണ്ണുങ്ങളുടെ ഒരു തരത്തിൽപ്പെട്ട ഈ ചുരിദാറൊക്കെ ജീവിതത്തിൽ മടക്കി വെക്കാൻ മടക്കാനില്ല. ഇത് ചുരുട്ടി കൂട്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനത്തിനകത്ത് കുത്തിയിട്ട് സിപ്പിട്ട് എങ്ങനെയായാലും ചുരുണ്ടുകൂടി ഇരിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടല്ലോ നമ്മുടെ കൂടെ പാട്ടുകാരുകളൊക്കെ ഷോയ്ക്കൊക്കെ വരുമ്പോ സൂപ്പർ ഷെയറിനെ കണ്ടപ്പോഴും അവരിങ്ങനെ തുറക്കുമ്പോ ഫുൾ വീഴുന്നുണ്ട്. നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ചില നമ്മുടെ കൂടെ വരുന്ന പാട്ടുകാരികൾ അവരിവരുടെയൊക്കെ വലിയ ഡ്രസ്സൊക്കെ എന്തിട്ട് സ്റ്റേജിൽ കയറി ഞാൻ കാണുന്ന ഷോ കഴിഞ്ഞ് ഇത് ഉരുട്ടിയിട്ട് കുത്തി കയറ്റി വെച്ചോണ്ട് പോകുന്നത്. മടക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ ഡ്രസ്സും മടക്കാൻ പറ്റുന്നുള്ള ഒരു വലിയ ക്വാളിറ്റി നമുക്കുണ്ട് കേട്ടോ. നിന്റെ അലമാരയൊക്കെ നീ വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ടോ? അല്ല നമ്മളൊന്നും വെക്കാൻ റെഡിയല്ല. ഗംഭീരായി. ഷിബിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ എനിക്ക് ബേസിൽ ജോസഫിനെ പോലെ തോന്നി. ബേസിൽ ജോസഫിന്റെ കോളേജിലെ ഞാൻ ബേസിലിനെ കാണുമ്പോൾ അദ്ദേഹം ഇൻഫോ പാർക്കില് ജോലി ചെയ്യുമായിരുന്നു. ആ ബോഡി ലാംഗ്വേജ്, ആ ഫേസ്, ആ ക്യൂട്ട്നെസ് മാത്രമല്ല അന്ന് കാണുമ്പോൾ ഇതേപോലത്തെ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏതായാലും ഞാൻ ചിരിച്ചു ഒരുപാട്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഞാൻ ഈ ബേസിലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. അതായത് നമ്മൾ ചില ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഗൗരവമാകാൻ പറയും. അപ്പൊ ഞാൻ എൻ്റെ 2ാമത്തെ പടത്തിന്റെ ഡയറക്ഷൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഇത്തിരി ഗൗരവം കാണിക്കണം, ഡയറക്ടർ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറ്റില്ല, വേണ്ടപ്പോൾ കാണിക്കാം, ആവശ്യമില്ല. അല്ലാതെ വെറുതെ നമ്മൾ ഗൗരവം കാണിച്ചിരിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ എന്തൊരു ബാധ്യതയായി മാറുന്നത്, എന്തൊരു സ്ട്രെയിനാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ. അപ്പൊ ഇയാൾ എന്നെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്ക് സത്യത്തിൽ ഇവനെ ബേസിലിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവനൊന്നും എന്തൊരു രസമാണെന്നറിയോ. വർത്താനം പറയാനും ചാടി മറിയാനും കുത്തി മറിയാനും ബഹളം വെക്കുക, ഒച്ചിരി ചൂടാൻ എനിക്ക് ചെറുതായിട്ടുണ്ട് ഈ പ്രശ്നം. തമാശയുണ്ട്, വഴക്കുണ്ടെങ്കിൽ തമാശയുണ്ട്. ഈ ബേസിൽ അത്തരത്തിലൊരാളാണ്. എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും എന്നാണേലും ഒരു ക്യൂട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. അത് നീയും ചെയ്യുന്നുണ്ട്. ശിവനെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന കണ്ടല്ലോ. ആ പാട്ട് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ശീലുണ്ട്. എന്നാ പിന്നെ ഒരു പാട്ട് പാടും. അത് മാറാലത്തുണ്ടുകളിൽ പ്രാണി കടിച്ചു, ഓഡിറ്റോറിയത്തിൽ മാങ്ങയണ്ടികൾ എന്നൊക്കെ പറയുന്ന പാട്ടാട്ടോ ഇവൻ ഉണ്ടാക്കുന്നത്. ബേസിൽ തന്നെ. ചീഞ്ചട്ടിയിലെ കടുകുകളെ, കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങേ, കറിവേപ്പിലയുടെ രുചിമുകുളം തക്കാളിയിലുണ്ടോ? കറുകാപ്പട്ട പൊട്ടുകളെ, വെട്ടിയ വെണ്ടക്ക ഞെട്ടുകളെ, തോട്ടിൻ കരയിലെ ചെമ്മീൻ കുഞ്ഞ് വീട്ടക്ക് പാസാണോ?
വേവിച്ച പയറിൻ പീസുകളും ഇഞ്ചിപ്പുളിയും തിന്നപ്പോൾ വയറിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ പ്രളയം. സൂക്ഷ്മളലടുവിൻ ചെറുമണികൾ വിശ്രമമുറിയിൽ വീണപ്പോൾ മുറിയുടെ നടുകെ മണിയനുറുമ്പ് ട്രാഫിക് ബ്ലോക്കാക്കി. ചീഞ്ചട്ടിയിലെ കടുകുകളെ കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങെ കറിവേപ്പിലയുടെ രുചി മുകുളം തക്കാളിയിലുണ്ടോ? മട്ടല് വീണ പറമ്പുകളെ മണ്ടകായാത്ത തെങ്ങുകളെ തോട്ടിൽ ചാടിയ കൊട്ടത്തേങ്ങ ഹൈക്കിങ്ങിന് പോയോ? മാവിൻ കൊമ്പിൻ തുമ്പത്തെ ഇത്തിൽ കണ്ണി മുറിച്ചപ്പോൾ മാവിൻ ചോട്ടിലെ മുരിങ്ങാ കമ്പിന് വൈകല്യം വന്നോ? ചീഞ്ചട്ടിയിലെ കടുകുകളെ കടുകു വറുത്തൊരു കപ്പക്കിഴങ്ങെ കറിവേപ്പിലയുടെ രുചി മുകുളം തക്കാളിയിലുണ്ടോ? കറുകാപ്പട്ട പൊട്ടുകളെ വെട്ടിയ വെണ്ടക്ക ഞെട്ടുകളെ ചോറ്റിൻ കരയിലെ ചെമ്മീൻ കുഞ്ഞ് വീട്ടക്ക് പാസ്സാണോ? താങ്ക് യു. എടാ നീ നിന്നെ വിൽക്കുന്നുണ്ടോ? നീ നിന്നെ വിൽക്കുന്നുണ്ടോ? ഞാൻ മേടിച്ചോളാം അല്ലേ? ഞാനും നമുക്ക് ഷെയർ ഇട്ട് ഇവനെ മേടിച്ചു. വേറെ പണിയൊന്നുമില്ല. ഗംഭീരായി മോനെ. അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് റീടേക്ക്. മോളിനി നിർത്തിക്കോ, പരിപാടി നിർത്തണേ നല്ലത്. എന്തിന്? ഇനി എത്ര ടൈക്ക് എടുത്താലും ഇത് ശരിയാവൂല. ഞാൻ ഇന്നൊരു ഉള്ളിയോടെ നമുക്ക് കഴിക്കാൻ. എത്ര മണിക്കാ കഴിച്ചത്? അത് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയതിനു ശേഷം ഞാൻ കഴിച്ചേ. അതാ കുഴപ്പം. പക്ഷേ സമയം തെറ്റി കഴിച്ചാൽ നമുക്ക് ദഹനം കറക്റ്റ് ആവൂല. മനസ്സിലായില്ലേ? ദഹനത്തിന്റെ പ്രശ്നമാണത്. അല്ല ഇപ്പൊ ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് കഴിച്ച് മാറ്റാനല്ലേ പറ്റുള്ളൂ. അല്ല, മരുന്ന് കഴിച്ച് മാറ്റാനല്ല. അതായത് അതിൽ കുറെ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കറക്റ്റ് ഒരു രൂപരേഖ അങ്ങോട്ട് പറഞ്ഞുതരാം. ദഹനത്തിന്റെ എവിടെ നടക്കുന്നു, എങ്ങനെ നടത്തുന്നു, എന്തുകൊണ്ട് നടക്കുന്നു തുടങ്ങിയൊക്കെ തരും. കൃത്യമായിട്ട് ഞാൻ എന്റെ പാട്ടിലൂടെ ഞാൻ തരും. ദൈവമേ, പാട്ടുണ്ടോ? അജു കേട്ടിട്ടില്ലല്ലോ പാട്ട്? അജു നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ടാ. അപ്പൊ അത് അതെ, ഒരു ഹെൽത്ത് അവയർനെസ് സോങ് കൊടുക്കാം. ഓക്കെ. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി പൊൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. സായന്ത് മോൻ തിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. സായന്ത് മോൻ തിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുതാ. രോഗം രോഗം വയറിനടിയിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. Once Upon a Time version 2.0 വേദിയിൽ സ്റ്റാൻഡപ്പ് കോമഡിയുമായി എത്തുന്നു ദേവിക ഫ്രം പാല. ദേവിക,
Once upon a time എന്ന വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ദേവിക പാലയിൽ നിന്നാണ് വരുന്നത്. ആളൊരു ചെറിയ ഓൺടർപ്രണർ ആണ്, ചെറിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട്. അതെന്താ ചെറുതെന്ന് വിനയം കൊണ്ട് ചെറുതെന്ന് പറയുന്നതാണോ വലിയ ബിസിനസ് ആണോ എന്ന് എനിക്ക് അറിയണം. അല്ല ചെറിയ ബിസിനസ്സാ. എന്ത് ബിസിനസ് ആണുള്ളത്? വീടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു പലചരക്ക് കട. ആണാ, വെരി ഗുഡ്. അപ്പൊ അവിടെ ആളെ നിർത്തിയിട്ടുണ്ടോ? ദേവിക അവിടെ നിൽക്കുവോ? ഞാൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. വെരി ഗുഡ്, കലകി, കൺഗ്രാറ്റ്സ്. സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ. അപ്പൊ ഇതിന് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കടയിൽ ആൾക്കാർ വരുമ്പം നമ്മൾ അവരോട് വർത്താനം പറഞ്ഞും തമാശ പറഞ്ഞു, ഇതിനൊരു സ്കിൽ ഉണ്ടെന്ന് ദേവിക്ക് എങ്ങനെ തോന്നിയത്? ഓരോരുത്തരുടെ സംസാര ശൈലി, അവര് നമ്മളോട് ഇടപെടുന്ന ഒരു രീതി, അതൊക്കെ വെച്ച് നോക്കുമ്പോ ഓരോരുത്തരും സംസാരിക്കുന്ന ആ ശൈലിയിൽ ഒരു തമാശയുണ്ട്. അതൊക്കെ കേട്ടപ്പോ അങ്ങ് തോന്നി. ഓക്കെ, യാദൃശികമായി തോന്നിയതാണ് ഇങ്ങനൊരു സ്കില്ലുണ്ടെന്നല്ലേ? ആരാണ് ആദ്യം പറഞ്ഞത്? നേരത്തെ നന്നായിട്ട് എഴുതും. ONV സാറിൽ നിന്നൊരു ചെറിയ അവാർഡൊക്കെ എഴുത്തിൽ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. കവിതയാണോ കഥകളാണോ? നോവലാണ്. 2 നോവല് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതൊക്കെയല്ലേ പറയണ്ടേ അല്ലേ? എന്താ പേരുകൾ, നോവലിന്റെ പേരുകൾ? മിഴിനീർ പൂക്കൾ, 1 പൗർണമി, 2 നോവല്. തകർക്ക്, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ചെറുതായിട്ട് ജയഭാരതിയുടെ ഫിഗർ ഒക്കെ ചെയ്ത് വൈറലായിട്ടുണ്ട്. ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, നമുക്ക് ആ പെർഫോമൻസ് ഒക്കെ കാണണം അല്ലേ? അതെ, നിങ്ങൾക്ക് ജയഭാരതിയുടെ ഒരു ചെറിയ ഫിഗർ പറയുമ്പോ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് എവിടെയോ കണ്ട പോലെയാ നമുക്ക് തോന്നുന്നു. പക്ഷെ പറഞ്ഞപ്പം അതൊന്ന് ആ രൂപത്തിലൊക്കെ വരുമ്പോ കുറച്ചുകൂടെ തോന്നുന്നുണ്ടാവും. അതെ, വൈറലാവാൻ വേണ്ടി രശ്മിക മന്ദാനയുടെ ഫിഗർ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഒരാള് റീൽസ് ചെയ്തിട്ട് ഏക്കാത്ത പോയ ഒരാൾ ഇവിടെ ഉണ്ട്. പക്ഷെ അയാളുടെ പേര് ഞാൻ പറയില്ല. ദൂരെന്ന് കണ്ട രശ്മിക മന്ദാന എന്ന് തോന്നുന്നു പറഞ്ഞ് ചെറിയ ഫിഗർ ഇട്ട് റീൽസ് ചെയ്ത് തോട്ടിപ്പോയ ഒരാള് നമ്മുടെ ഫ്ലോറിലുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സിലായിട്ടും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു കഴിവുണ്ട്. അതാണ് തൊലിക്കട്ടി. പെർഫോമൻസിലേക്ക് പോയാലോ? അതാണ് വേണ്ടത്. ഹായ്, എൻ്റെ പേര് ദേവിക ദേവു. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് വരുന്നു. ഇഷ്ടമുള്ളവർ എന്നെ ദേവി എന്ന് വിളിക്കും. കുറച്ചും കൂടി ഇഷ്ടമുള്ളവര് ദേവി കെ എന്ന് വിളിക്കും. കെ ഇനിഷ്യലല്ല കേട്ടോ. പിന്നെ ദിലീപേട്ടനടക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ ദേവുഴൂ അങ്ങനെ വേണേലും വിളിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള അല്ലെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു പെണ്ണ് കാണലിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഐശ്വര്യ റായി ആണെന്നാണ് എൻ്റെ ഒരു വെപ്പ്. പക്ഷെ പല ആൾക്കാരും പറയുന്നത് കരിഞ്ഞ ഐശ്വര്യ റായി എന്നാണ്. അങ്ങനെ ഈ ഐശ്വര്യ റായി ഇരുന്ന് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിക്കുകയും നനയ്ക്കുകയും ഇല്ലാത്ത ആളൊക്കെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും നനയൊക്കെ നടത്തി പൊട്ടൊക്കെ തൊടുന്നുണ്ട്, എങ്ങോട്ടാണാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയില്ലേ മീനുവിൻ്റെ പെണ്ണ് കാണലാണ് ഇന്ന്, അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മീനുവിനെ പെണ്ണ് കാണാൻ പോകുന്നതിന് നീ എന്തിനാടി ഈ പുട്ടി ഇട്ടിരുന്നേന്ന്? അതിൻ്റെ പിന്നിലുള്ള പെൺകുട്ടികളുടെ സൈക്കോ എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ തിക്കും പൊക്കും ഒക്കെ ഇങ്ങനെയൊന്ന് നോക്കിയിട്ട് എന്നോട് ചോദിക്കാണ്, പെണ്ണ് കാണാൻ പോകുന്നത് മനസ്സിലാകാം, ഈ അണ്ടകടാകം പോലെയുള്ള ബാഗ് നീ എന്തിനാ ഒരുക്കി വെച്ചേക്കുന്നതെന്ന്. നമ്മളെ കല്യാണ വീട്ടിലേക്കൊക്കെ അല്ലേ പോകുന്നേ, ഒരു മുൻകരുതൽ അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഞാൻ ഈ ബാഗൊക്കെ ആയിട്ട് മീനുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ മീനുവിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് മീനുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മീനുവിൻ്റെ അച്ഛനും അമ്മയും അവള് മാത്രമേ ഉള്ളൂ. ഫുള്ളൊരു നിശബ്ദത. ഞാൻ അവളോട് ചോദിച്ചു, ഇതെന്താടി ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ആയിട്ട് ഇവിടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നും ആരും വന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് പറയാം, മോളെ ഇത് ന്യൂ ജനറേഷൻ. എൻ്റെ ചെക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അച്ഛനും അമ്മയും അവര് വാട്സാപ്പിലും കണ്ടിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് നടത്തുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനും ചെക്കൻ്റെ കൂട്ടുകാരനും കൂടെ വന്നു. അവർ വന്നു, കുറച്ചു നേരം മിണ്ടി സംസാരിച്ചു, അങ്ങ് പോയി. നമ്മുടെ സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെ ദേ വന്നു ദാ പോയി. ഇനിയുള്ളൊരു കാലത്തെ കല്ലുമാലക്കാതി കമ്മലതില്ലേലും മാളോരെ കള്ളിയവളുടെ കുള്ളൊരു മുള്ളാണേ. ഈ പാട്ട് പാടി തീരുന്നതിന് മുമ്പ് 2 കുഞ്ഞുങ്ങളും ആകും, പെണ്ണ് കാണലും ഉണ്ടാവൂല, കല്യാണവും ഉണ്ടാവൂല. ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. എനിക്കൊരു ചിറ്റയുണ്ട്, ഉഷച്ചിറ്റ. ചിറ്റയുടെ പെണ്ണ് കാണലെന്ന് പറഞ്ഞാല് അതായിരുന്നു പെണ്ണ് കാണല്.
പെണ്ണ് കാണാൻ വന്നതോ ഒരു ലോഡ് ആൾക്കാരാണ്. 90 വയസ്സായി കുഴിയിലേക്ക് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന അപ്പം മുതല് ഇപ്പൊ പെറ്റു വീണ കുഞ്ഞിനെ വരെ എടുത്തോണ്ടാണ് അവര് പെണ്ണ് കാണാൻ വന്നത്. ഇത് കണ്ടപ്പോഴേ കുന്നേപ്പള്ളിയിൽ നേർച്ചയൊക്കെ ഊട്ടുനേർച്ചയുണ്ട്. ആ സമയത്ത് ഒരു തിക്കും തിരക്കുണ്ട്. അതുപോലെയാണ് അവര് വരുന്നത്. ഇനി ചെക്കൻ വരുന്നതിനൊരു സ്റ്റൈലുണ്ട്. ഈ ഇലക്ഷനൊക്കെ അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആൾക്കാർ വരികയല്ലേ, ഈ രീതിക്കായിരിക്കും ചെക്കൻ വരുന്നത്. ചെക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ മാരിവില്ലിന്റെ 7 വർണ്ണങ്ങൾ തുന്നി പിടിപ്പിച്ചതുപോലത്തെ ഒരു ഷർട്ട്, കദളി വാഴയ്ക്ക് കാറ്റടിച്ചതുപോലത്തെ ഒരു തലമുടി, അവത്താൽ ഏഷ്യൻ പെയിന്റ് കോരി അടിച്ചടിച്ചതുപോലത്തെ ഒരു കളറിങ്ങും, അച്ചപ്പത്തിന് വള്ളിയിട്ട് കെട്ടിയതുപോലത്തെ ഒരു വാച്ചും, മൊത്തത്തിൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ്റെ അകത്ത് നമ്മുടെ കുഞ്ചൻ സാറ് വരുന്നത് പോലെ പച്ച പരിഷ്കാരിയായ ഒരു പയ്യനും. അങ്ങനെ ചെക്കൻ വന്നു ഇരുന്നു. പിന്നെ പരിചയപ്പെടുത്തലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കാരെ സ്വന്തക്കാരെയൊക്കെ പരിചയപ്പെടുത്തലായി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കഥാനായികയോട് ചായയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഉഷച്ചിറ്റ വളരെ മന്ദം ഇങ്ങനെ ചായയൊക്കെ ആയിട്ട് വന്ന് നിന്നു. ഈ നിൽക്കുന്ന സമയത്ത് നാണം കാരണം ചിറ്റ കാലും കൊണ്ട് ഒരു 5-6 ചേന അവിടെ വരച്ചു. ഇനി ഈ ചേനയെല്ലാം കൂടെ വളർന്ന് പന്തലിച്ച് ഇനി ഇവരെ തമ്മിൽ മറയ്ക്കുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും നാണമായിരുന്നു. ഇതും കഴിഞ്ഞപ്പോഴത്തേനും പതിയെ ചെക്കൻ അടുത്തിരിക്കുന്ന ദല്ലാളിനെ ഇങ്ങനെ 2 തോണ്ടലും പിച്ചിലും, എന്നാ സംസാരിക്കാൻ 5 മിനിറ്റ് വേണമെന്ന്. ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അന്നേരം ശരി അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊടുത്തു. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ചിറ്റയുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞിട്ട് ചെക്കൻ ചോദിച്ചു, ഉഷേനെ എനിക്കിഷ്ടായി, ഉഷയ്ക്ക് എന്നെ ഇഷ്ടായോ? ഉടനെ ഇതൊന്നും നാണം കാരണം തലയൊന്നും ഉയർത്തുന്നില്ല. ഈ ചില വാഴയ്ക്കൊക്കെ മുട്ട് കൊടുക്കുന്നത് പോലെ അതിലൊരു മുട്ടെടുത്തുകൊണ്ട് വന്ന് ചിറ്റയുടെ താടിക്ക് വെച്ചാലേ ചിറ്റ മുഖം ഉയർത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉമ്മറത്തുനിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം. സമയം കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഈ ജയിലിനുള്ളിലൊക്കെ പോകുന്ന ആൾക്കാരെ 5 മിനിറ്റ് സമയം കൊടുത്തു കഴിയുമ്പോൾ പറയില്ലേ കഴിഞ്ഞു, ആ രീതിയിൽ. ഇനി വന്നിരിക്കുന്ന കുറേ ആളുകളിൽ ഒരു ജാതി അമ്മാവന്മാരും ഉണ്ടാവും. കുറേ ഈ പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിലൊരു അമ്മാവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ പറച്ചിലാ, നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങ് കൊടുത്തു, ഞങ്ങളായിട്ട് ഒരു സാധനവും ചോദിക്കല്ലെന്ന്. ഇനിയിപ്പോൾ ചോദിക്കാൻ മാത്രം ഒന്നുമില്ല, 3 സെന്റ് സ്ഥലവും ആ കഴുക്കോലും മാത്രമേ ഉള്ളൂ. ഇനി അതും കൂടി കൊടുത്തു വിടണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മാവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു നോട്ടമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. സെന്റിനൊക്കെ ഇവിടെ എത്ര ഇപ്പൊ വില? ഇന്ന വിലയുണ്ടമ്മാവാ. ഞങ്ങളുടെ അവിടെ കുറവാ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മാറിയിട്ട് തെക്കയിലേക്ക് നോക്കി നിന്നിട്ട് പറയാം, ആ തെങ്ങിന് ബാറ്റം പോസ് 20 അങ്ങ് ഇട്ട് കൊടുത്താ അങ്ങ് തഴച്ച് നല്ല തേങ്ങ ഉണ്ടാവുന്നു. ഞാൻ വിചാരിക്കാണ് കഴിഞ്ഞ കൊല്ലം ഇടിവെട്ടിപ്പോയ തെങ്ങിന്റെ മണ്ടയിൽ എന്തുട്ട് തേങ്ങയാണാവോ ഉണ്ടാകുന്നതെന്ന്. ഇതും കഴിഞ്ഞ് നമ്മൾ ലോക മലയാളികളെ എന്ത് വീട്ടിൽ ചെന്നാലും കാണിക്കണ ഒരു സ്വഭാവമുണ്ട്. ആ വീട്ടിലെ കിണറ്റിൽ പോയിട്ട് ഒരാവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കും. ഇതുപോലെ തന്നെ ഈ അമ്മാവനും ചെന്നിട്ട് ഒരൊറ്റ ഒളിഞ്ഞു നോട്ടായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് പറയും, ഈ വെള്ളം പറ്റുന്നതാണോ? പറ്റുന്നതാണെങ്കിൽ ഒരു 2 കോലം അങ്ങോട്ട് താത്തോളൂ, നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇനി അത് താത്ത് കഴിഞ്ഞിട്ട് ഒരു 2 റിങ്ങും കൂടി അങ്ങോട്ട് കെട്ടിയാൽ മതി, നല്ലതായിരിക്കും സംഭവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നാന്നറിയാവോ, ഈ അമ്മാവൻ ശരിക്കും ഞങ്ങളുടെ ചിറ്റേനെ പെണ്ണ് കാണാൻ വന്നതാണോ, ഞങ്ങളുടെ വസ്തു മുഴുവൻ മേടിച്ചോണ്ട് പോകാൻ വന്നതാണോ എന്നാണ്. ഈ കല്യാണക്കഥയൊക്കെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ പറഞ്ഞേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇജാതി അമ്മാവന്മാരൊന്നും എനിക്കില്ല, തന്നെയല്ല മുറ്റത്ത് കിണറും ഇല്ല. ഇവിടെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ നന്ദി. ദേവിക, എന്തോ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. സൂപ്പർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവിക? എന്തോ? ദേവിക നന്നായിട്ട് സംസാരിക്കും, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, +2 കംപ്ലീറ്റ് ചെയ്തു അല്ലേ? +2 കംപ്ലീറ്റ് ചെയ്തു. തുടർന്നുള്ള പഠനത്തെ കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? വീട്ടില് സാമ്പത്തികവും സ്ഥിതിയും അത്ര നല്ലതല്ലായിരുന്നു. എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. 2 പേരും ഇപ്പൊ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ അച്ഛൻ കൂലിപ്പണിക്കാരനൊക്കെ ആയിരുന്നു, അതുകൊണ്ടും
അങ്ങനെയൊക്കെ അതുകൊണ്ട് പറ്റിയില്ല, തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. തുടർന്ന് പഠിക്കാൻ പറ്റട്ടെ എന്ന് താങ്ക് യു. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും പെർഫോമൻസിൽ അടിപൊളിയായിരുന്നില്ലേ? ചേട്ടാ എങ്ങനെയായിരുന്നു? ദേവിക ഹായ്. ഹായ് അജു. ആദ്യമേ തന്നെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കലാകാരിയെ കാണാൻ പറ്റിയതിൽ സന്തോഷം. അശ്ശോ. 2 പുസ്തകമൊക്കെ എഴുതാൻ ചില്ലറ ധൈര്യം പോരാ. വെറുതെ തന്നെ ഫേസ്ബുക്കിലൊക്കെ 4 വരി കുറിക്കാൻ ഈ മനുഷ്യനെ പോലുള്ള ഒരു ക്യാപ്ഷൻ ഇടുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതും നിർത്തി. ക്യാപ്ഷൻ ഇടാതെ ഇപ്പം ഇടാൻ പറയണേ. നിങ്ങളെ പോലെ വലിയ കലാകാരന്മാരുടെ മുന്നിൽ വന്നു നിന്ന് ഒരു ചെറിയ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അല്ല, ഇങ്ങനെ തന്നെയാണല്ലോ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് മറ്റുള്ളവരോടും. ദേവികയ്ക്ക് ഏറ്റവും വലിയ എക്സ്പോഷർ എന്താണെന്ന് വെച്ചാൽ ദേവിക ഡെയിലി പല പല ആളുകൾ സ്ഥിരം സംസാരിക്കുന്നവർ അല്ലേ, അങ്ങനെ സംസാരിക്കാൻ ഒരു വേദിയുണ്ട്. ദേവികയുടെ അടുത്തോട്ട് സംസാരിക്കാൻ വരും, അല്ലെങ്കിൽ സാധനം വാങ്ങാനായിട്ട് ആളുകൾ വരുമ്പോൾ പല പല വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ, പല പല വിഷയത്തെക്കുറിച്ച് ഐഡിയാസ് കിട്ടി തുടങ്ങും. തീർച്ചയായിട്ടും ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇനിയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ സ്കില്ലിലൂടെ ഒരു പ്രൊഫഷനായി സ്വീകരിച്ച് പല പല വേദികളിൽ രമേശ് ചേട്ടനൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെ പ്രേക്ഷകരെ ത്രസിപ്പിക്കാൻ ദേവികയ്ക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദേവിക എന്തോ ഗംഭീരമായിരുന്നു കേട്ടോ. ഈ നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള അനുഭവങ്ങളും അതിനകത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുകൊണ്ട് ക്ലൈമാക്സ് എത്തിച്ചത് നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് എവിടെയോ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇതുണ്ട്. ഇവിടെയുള്ള പല ക്യാമറാമാർക്കും ആ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊന്ന് ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി അണിഞ്ഞെനിക്ക് ഇരിക്കുന്നുണ്ട് പലരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കിണറില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഈ കിണറ്റിൽ നോക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടം മുഴുവൻ കിണറുള്ള വീടുകൾ നമ്മുടെ വീട്ടിൽ വെറുതെ വരുന്നു വന്നവരും ഒക്കെ കിണറ്റിലോട്ട് നോക്കുമായിരുന്നു. എൻ്റെ ഒരു വല്യച്ഛൻ മാത്രം ആദ്യമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് പറഞ്ഞു. നേരെ കിണറ്റിലോട്ട് നോക്കിയിട്ട് എന്നാ ഉയരവാ എന്ന് പറഞ്ഞു പുള്ളി താഴെ എന്നാ കണക്കെടുത്തേ, മുകളിൽ നിന്നുള്ളതല്ല. പിന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ പരിപാടി, വേറെ ലോകമാ. ഈ കിണർ തേകുമെന്ന് പറയുമല്ലോ, കിണറിടയ്ക്ക് വൃത്തിയാക്കും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ണനൊക്കെ കൂടെ വേറൊരു വീടിന്റെ കിണർ തേകി കൊടുത്തിട്ടുണ്ട് പണ്ട്. ഈ അടിയിൽ പോയി മുകളിലോട്ട് നോക്കുമ്പോൾ ഇതെങ്ങനെ ഇടിഞ്ഞു. അങ്ങനെ തോന്നുന്നില്ല, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആളുണ്ട്. കിണറ്റിൽ ഇറങ്ങലൊരു നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പൊ അതൊക്കെ ഇപ്പോഴൊക്കെ പേടിയുണ്ടാവും, അന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. തന്റെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. Moving on to our next special segment, the Excellence Award. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്ന താരം നിരവധി മികച്ച ഹാസ്യ കഥാപാത്രങ്ങൾ, അവയെല്ലാം തന്നെ നമുക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. നമ്മൾ ഒരുപാട് ആസ്വദിച്ചവയായിരുന്നു. ഈ പെർഫോമൻസുകളൊക്കെ പ്രത്യേകിച്ചും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കാഴ്ചവെച്ച് നമ്മളെ രസിപ്പിച്ച അതുല്യ ഹാസ്യ കലാകാരൻ ശ്രീ ജോബി പാല. ജോബി ചേട്ടാ സ്വാഗതം. സുഖമല്ലേ? തീർച്ചയായും സുഖമായിട്ടിരിക്കുന്നു. ജോബി ചേട്ടാ വണക്കം സാർ. വണക്കം. വണക്കം. എന്നാ നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ ചേട്ടന്റെ അനിയനായിട്ട് വരും. ചേട്ടാന്ന് വിളിക്കരുത്, എന്നെ അനിയാന്ന് കാണാവുള്ളൂ. അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുഞ്ഞി പൈതലല്ലേ. അയ്യോ എന്ന് അങ്ങനെ എന്റെ അജി ചേട്ടന് എന്തുമാത്രം സിനിമയിൽ അഭിനയിച്ച് എന്തുമാത്രം വലിയ തിരക്കുള്ള മനുഷ്യനാണ്. എന്നെ അങ്ങനെ അത് പറയുമ്പോ ഒരു ചെറിയ ജോബി സുഖമല്ലേ? പിന്നല്ലാതെ സുഖമായിട്ടിരിക്കുന്നു. അതെ, ജോബി ചേട്ടൻ എനിക്ക് നാളുകളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് സ്റ്റേജുകളിൽ ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. എന്തിലും ചെയ്ത പരിപാടിയെ കൂടെ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ സ്ഥിരം കാണുന്നതല്ലാത്ത പല ഇനങ്ങളും കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒറ്റയാനായിട്ട് നടക്കുന്ന ഒരാളാണ് ജോബി ചേട്ടൻ. എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ വളരെ വ്യത്യസ്തമുള്ള സാധനങ്ങൾ. എന്തൊക്കെയോ ചില ചേട്ടത്തിമാര്, ചില കഥാപാത്രങ്ങൾ ഒക്കെ ജോബി ചേട്ടൻ കൊണ്ടിരുന്നതിൽ ഗംഭീരമായിട്ട് കൊണ്ടിരുന്ന ആളാണ്. സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇഷ്ടം പോലെ മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് പേര് ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജോബി ചേട്ടൻ കാണിക്കുന്ന ട്രെയിലറിന് എപ്പോഴും വേറൊരു തലമുണ്ട്. വെറുതെ കാണിക്കുന്നതിനപ്പുറം ഒരു അടുക്കും ചിട്ടയുമായിട്ട് ഒരു ഡയറക്ടറുള്ള ഒരു ഇംഗ്ലീഷ് പടമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. മറ്റേത് കാളാൻ കൂളാൻ ഇംഗ്ലീഷ് പടമാണ്. അതങ്ങനെ തോന്നിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരാളാണ്. നല്ല ഇപ്പൊ നമ്മൾ വേറൊരാളുടെ പരിപാടി പോലെ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളാണ്. എനിക്ക് ആ കുഴപ്പമുണ്ട്. നമ്മൾ കാണാൻ പോയ പരിപാടി മോശമാണേലും ഞങ്ങൾ പാലയിൽ പണ്ടൊരു പരിപാടിക്ക് പോയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വലിയ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരു പരിപാടിക്ക് നിങ്ങൾ അവിടെ ഷോ കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തോ വോൾട്ടേജ് പ്രശ്നം, സൗണ്ട് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഷോ കാണാൻ വന്ന ആളാ പുള്ളി. അതിന് വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആ ഷോയ്ക്ക്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മള് ആ വേദി നിൽക്കുമ്പോ നമ്മുടെ ആ ഉരുകൽ അറിയാലോ.
പ്രത്യേകിച്ച് ഇവരൊക്കെ വന്നിട്ട് ഒരു പ്രോഗ്രാം ഇവരൊക്കെ വരുമെന്ന് പറഞ്ഞാൽ കടൽ പോലെ ജനമാണ്. അതെ. അതിന്റെ മുന്നിൽ നിന്നിട്ട് മാനസികമായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ സകല ദൈവത്തെയും വിളിച്ചു പോകും. കാരണം ആ ഒരു അതെ ഒരു സെക്കൻഡിൽ കൊടുക്കേണ്ട ആ പഞ്ച് കൃത്യമായിട്ട് വെടി കൊണ്ടാലല്ലേ ആൾക്കാർ എടുക്കുള്ളൂ. അത് പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പിഷാരടി പഞ്ചവർണ്ണത്തത്തെ അനൗൺസ് ചെയ്ത സമയത്ത് ടിനിച്ചേട്ടന് ഒരു പ്രോഗ്രാം ചങ്ങനാശ്ശേരി വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഗസ്റ്റായിട്ട് വന്ന. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാറായപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ പിഷാരടി പഞ്ചവർണ്ണത്തത്തെ ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചാൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളോട് ചാൻസ് ചോദിക്കാൻ പാടില്ല. അപ്പം ഞാൻ പിഷാരടി കാണുമ്പം അപ്പം അന്നേരം വേറെ ആൾക്കാർ കണ്ണൻചേട്ടൻ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇങ്ങനെ അളിഞ്ഞു കയറ്റം പിഷാരടി എനിക്ക് ആ പടത്തിലൊരു വേഷം അതാ ഇതാ ഇങ്ങനെ പറഞ്ഞു ഒത്തിരി പരിപാടിയിലുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇങ്ങ് വന്ന് കൂടിയേക്കുവാ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങാൻ സമയമായപ്പോഴത്തേനും മൂത്രം ഒഴിക്കാൻ പറ്റി എനിക്ക്. അപ്പൊ നമുക്കൊരു ഒന്ന് ഫ്രഷ് ആണോ. നേരെ മൂത്രം ഒഴിക്കാൻ നോക്കുമ്പോൾ ആ സ്റ്റേജിൽ സൈഡിൽ ഒരു സ്ഥലവും ഇല്ല, ഒരു ഓഡിറ്റോറിയ ചെറുതായിട്ട്. വെളിയിലേക്ക് ആ കമ്മിറ്റിക്കാരോട് ചോദിച്ചു പറഞ്ഞു അതിന്റെ വെളിയിലാണ് ടോയ്ലറ്റ്, അങ്ങോട്ടേക്ക് പോയാൽ മതി. ചെന്നപ്പോൾ അവിടെ നിറച്ച് സ്ത്രീകൾ, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റിയ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചു. ഇതിൻ്റെ പുറയിലൊരു മതിലുണ്ട്, ആ മതിൽ ചാടിപ്പോയി കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചു വന്നു. അപ്പോൾ പ്രോഗ്രാം തുടങ്ങി. ടിനിച്ചേട്ടൻ കയറി അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തപ്പോഴത്തേനും അപ്പോഴും പിഷാരടി പൊതിഞ്ഞൊക്കെ ആൾക്കാർ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് ചോദിക്കണം, കാരണം നമുക്ക് ഒന്ന് പോയാൽ പോട്ടെ, ചോദിച്ച് കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതി ഞാനിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിഷാരടി കയറേണ്ട സമയം, പിഷാരടി ഓർക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, പ്രോഗ്രാം തുടങ്ങേണ്ട സമയം. ഇപ്പോൾ പുള്ളിക്കാരന് മൂത്രം ഒന്ന് ഫ്രഷ് ആവണം എനിക്ക് എവിടെ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു അവൻ എവിടെ കൊണ്ട് പോയിട്ട് അവനെന്ന് പറഞ്ഞു എന്നെ കാണിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ജോബി എനിക്ക് എന്നെ വിളിച്ച് കയറാറായി, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, എവിടെ മൂത്രപ്പര എവിടെ എവിടെ. ഞാൻ പറഞ്ഞു നിൽക്കവിടെ പോകാൻ പറ്റട്ടെ, പഞ്ചവർണ്ണത്തത്തിൽ എനിക്കൊരു വേഷം തരണം, എനിക്കൊരു വേഷം തരണം, പറ ഇപ്പൊ പറ. പുള്ളി ആകെ മുട്ടി നിൽക്കുക. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ. പുള്ളി ഇതേ ചിരി അവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് ചിരി നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു പോകണ്ടേ ടോയ്ലറ്റ്. അപ്പൊ പുള്ളി എന്നോട് പറയണേ ഓ ഇനി പോകുന്നില്ല, പാൻറ് മാറിയാ മതിയെന്ന്. ഭയങ്കര ക്ലൈമാക്സ് ആയി. എനിക്ക് നിങ്ങൾ തടഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട്. നമ്മൾ മതിലിയാടി കാര്യം നടത്തി. ഒരാള് മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളെ തടഞ്ഞു നിർത്തി. പുള്ളിക്ക് മാത്രമേ സ്ഥലം അറിയാവുള്ളൂ, ഇതെവിടെയാ സാധിക്കുന്നത്, എവിടെ പോകാൻ പറ്റത്തില്ല. മതിലുകാരെല്ലാം ആ സ്ഥലം പുള്ളി സൂക്ഷിച്ചു വെച്ചേക്കും. ഒരു മതിലി ആടിയിട്ട് വേറൊരു ബിൽഡിങ്ങിന്റെ ഇതിന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ഇടയാ, കറക്റ്റ് അതിനിടയിലോട്ട് ചാടണം. അത് കണ്ടുപിടിച്ച് വെച്ചിട്ട് പുള്ളി ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ചാൻസിന്റെ കാര്യം ഗംഭീരായി. ചോദിച്ചേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി എന്താ ഉള്ളത്? ഇന്നിപ്പോ നമുക്ക് രണ്ടുപേർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ലല്ലോ. വേറെ പരിപാടി എന്താ, നമ്മള് പണ്ട് ചെയ്ത ഇപ്പൊ ട്രെയിലറിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കേട്ടോ, അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. വേണ്ട ഗ്രേവി ഒക്കെ മേടിച്ചോ? അതെ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ അതിന്റെ സൈഡിൽ കൂടെ ഇട്ട് തന്നേക്കണം. ഞാൻ കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അകത്തൊരു തമാശ ഉണ്ട്, അത് പിന്നെ പറയാം അല്ലേ? അത് പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ അജുവിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അത് ഈ പറഞ്ഞ പോലെ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നത് ദിലീപേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ. അപ്പോൾ അദ്ദേഹത്തോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞേടാ വാ നമുക്ക് സംഭവം ചെയ്യാം എന്നങ്ങനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഗുണ്ടാ ടീമിൽ ഉള്ള ഭീമൻ രഘുവിൻ്റെ ഒരു ഗുണ്ടാ ടീമിലുള്ള ഒരു ആളായിട്ടാണ് ഞാൻ സംഭവം എടുത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ദിലീപേട്ടൻ്റെ എനിക്ക് ഡയലോഗൊന്നും ആയിട്ടില്ല. ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ദിലീപേട്ടൻ 2 ഡയലോഗ് 2 മതി, ഈ സീനിൽ നിങ്ങളെല്ലാം ഉണ്ടല്ലോ, നോക്കട്ടെ തരാം, ഞാൻ മിണ്ടല്ലേ തരാം എന്നൊക്കെ പറഞ്ഞു വിളി. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഷൂട്ട് എടുത്തോണ്ടിരിക്കുക, ആക്ഷൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവരൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഇവൻ ഈ ഡയലോഗ് പറയട്ടെ, എനിക്കല്ല വിക്ക്, ബാബുവേട്ടനാണ് വിൽക്കുന്നത്. ദിലീപേട്ടൻ അതിനകത്ത് വിക്കാണ്. അപ്പം ബാബുവേട്ടൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂടെയുള്ള ഭീമൻ രഘുവാണ്. അപ്പോൾ ഭീമൻ രഘുവിൻ്റെ ടീമാണ് ഞാൻ. അപ്പോൾ എനിക്കല്ല വിക്ക്, ഈ ബാബുവേട്ടനാണ് വിൽക്കുന്നത് പറയുന്നത്. ആ സാധനം പറയുമ്പോൾ എനിക്കിട്ട് അടിക്കും. എനിക്കല്ല വിക്ക്, ബാബുവേട്ടനാണ് വിൽക്കുന്നത് പറയുമ്പോൾ ഭീമന്റെ ഒറ്റ അടിയാ. ആ ഒറ്റ അടി എനിക്കിട്ട് കവിളിട്ട് കൊണ്ടു. ശരിക്കും. കാരണം അത്രയും വലിയ മനുഷ്യൻ, വലിയ കയ്യ്, അത് വന്ന് നമ്മളെ സ്പർശിച്ചാലോ വലിയ കൊള്ളല എനിക്ക്. ഇതിങ്ങനെ കൊണ്ട് ഞാനിങ്ങനെ തിരുമ്പി ഇരിക്കുമ്പോഴത്തേക്കും ഈ അയച്ചേട്ടനൊക്കെ അവിടെ മോണിറ്റർ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഡയറക്ടർ ബി ഉണ്ണിക്കൽ സാർ മോണിറ്ററെ കണ്ടിട്ട് അടി കൊണ്ടെന്ന് തോന്നുന്നു. അവര് ചിരി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അന്നേരത്തിനും ദിലീപേട്ടന് ഒരു സംശയം, നിനക്കിട്ട അടി ശരിക്കും കൊണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല കൊണ്ടില്ല, എന്നാലും കൊണ്ടില്ല, കൊണ്ടു. ഞാൻ പറഞ്ഞു കൊണ്ടു. അല്ല നിനക്ക് വലിച്ചാണ്, വേദനിച്ചോ? ഇല്ല വേദനിച്ചൊന്നും ഇല്ല. അങ്ങനത്തെ ഭീമന്റെ ചേട്ടൻ ഒരു ചെറിയൊരു ഇത് പിന്നെ അടി കൊണ്ടെന്നും പറഞ്ഞു, വേദനിച്ചില്ലെന്ന് പറയുന്നു. കൂടെ നിൽക്കുന്നതുകൊണ്ട് എടാ ഞാൻ നിന്നെ ഒന്ന് അടിച്ചു നോക്കാം, വേദനയുണ്ടെ പറയണേ. ഇങ്ങനെയാണോ അടിക്കുന്നത്? ഭീമന്റെ അവരോട് ഇങ്ങനെയാണോ അടിക്കുന്നത് ചോദിച്ചു. അത് മാത്രല്ല, ആദ്യം ഈ ഇടയ്ക്ക് വെച്ചിട്ടേ നിനക്ക് അടി കൊണ്ടത് വേദനിച്ചോ? അപ്പൊ വേദനിച്ചോ? അപ്പൊ അവിടെ ചെറിയൊരു കറക്ഷൻ വന്നു.
ഒന്നുകൂടെ പോവാം. അങ്ങനെ 4 5 ടേക്ക്. 4 അടിയാ കൊണ്ടത്. ആദ്യം ഇത് അടിച്ചു കഴിഞ്ഞപ്പം സെറ്റിൽ എല്ലാരും സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുത്തതാ. നീ എനിക്കാണ് വിൽക്കുന്ന പറഞ്ഞു. അപ്പൊ അടി കൊണ്ടപ്പോ റിയാക്ഷൻ എല്ലാരും ചിരിച്ചു. രണ്ടാമത്തെ ആയപ്പോഴും എല്ലാരും ചിരിച്ചു, ചേട്ടനും ചിരിച്ചു. 4-5 ഒക്കെ ആയപ്പോണ്ടല്ലോ നമ്മൾ ചിരിക്കുന്നുണ്ട്, ചേട്ടൻ ആ ചിരി അങ്ങ് പോയി. എന്റെ കണ്ണീ കൂടെ വലിയൊരു കയ്യല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ട്രെയിലർ കോമഡി രൂപേണ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ Golden Movies presents Boxer. Where is his favorite one? I'm Mr. Scamp. Scamp, come on this fire! Come on, to stop the jeep! Don't talking. Don't talking. Hello, Mr. Wilford. How are you? Fine. Mr. Wilford, ഞങ്ങളുടെ പട്ടി എൻ്റെ കാൽ കടിച്ചു പറിച്ചു. My God, my dog is very innocent. Shut up your mouth, bastard. Cool, stupid. No. Miss Nancy. I'm silly me. Where is Spanky over you guys this boy? Maybe it's a scale of me. I need to scale. Where's the sense? I love you. Golden Movies presents Boxer. Boxer. സൂപ്പർ. രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല, ഇപ്പം നമ്മൾ ഇതിനി നാളെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ടി-വിയിലോ മൊബൈൽ ഫോണിലോ കാണുന്ന ഒരാൾക്ക് ഈ ട്രെയിലറിന്റെ എഫക്റ്റ് എത്ര കണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഉത്സവ പറമ്പുകളിൽ ഒരു 50,000 വാട്ട്സ് സൗണ്ടിലൊക്കെ നിന്ന് ജോയിച്ചേട്ടൻ നിന്ന് പൊളിക്കുന്ന കാണുമ്പോഴോ ഞാനിങ്ങനെ ഫ്രണ്ടിലുള്ള പിള്ളേരുടെ മുഖമൊക്കെ ഇടയ്ക്ക് നോക്കും. അവര് സിനിമ മനസ്സിൽ കണ്ട് ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിലർ അദ്ദേഹം ചെയ്തത്. അത്ര ഗംഭീരമാണ്. നമ്മളത് കണ്ടു, ആസ്വദിച്ചു. എന്നാ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ, അസാധ്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും എന്താ പറയുക, ഇന്ന് ഇത്രയും പെർഫെക്ഷന് ചെയ്യുന്നത് കുറവാണ് കാണുന്നത്. അതെ അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് തെറ്റായിട്ട് എടുക്കരുത്. കൺട്രോൾഡ് ആയിട്ട് ഒരു ഡയറക്ടർ ഉള്ള പടം. അതിനകത്തെ സീനുകൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഒരു വെറുതെ ഒച്ചപ്പാടും ബഹളവും എന്നുള്ളതിനപ്പുറം ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് ജോബിച്ചേട്ടന്റെ ട്രെയിലറിൽ. താങ്ക് യു. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും ഒത്തിരി സന്തോഷം. കാരണം പിഷാരടി ഈ ഷോ നല്ല നിലവാരമുള്ള ഷോ, ലോകം മുഴുവനുള്ള മലയാളികൾ കാണുന്ന ഷോ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഈ സാഹചര്യത്തിൽ വിളിച്ചതിൽ ഇങ്ങനെ ഒരു സ്നേഹം തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടനെ അജുവേട്ടനെ സ്റ്റേജിൽ ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ ജോബി പാല,
ജോബി പാലയുടെ ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. ജോബി പാല എന്ന സിനിമ മലയാളികൾക്ക് മുന്നിൽ ഇനി ഇറങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ. കൂടുതലൊന്നും അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല. നല്ല മനുഷ്യൻ, നല്ല കലാകാരൻ, വ്യക്തി സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന, വേദികളിൽ എത്തിക്കഴിഞ്ഞാൽ പണത്തിനൊത്ത മൂല്യമല്ല പണത്തെക്കാൾ മൂല്യമുള്ള ഒരു കലാകാരനാണ് ജോബി പാല. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഈ വേദിയിൽ വന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. ഷിബിൽ സെയിൻ പിന്നെ പാലയിൽ നിന്നും ദേവിക, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിലെ ബെസ്റ്റ് പെർഫോമറെ നമുക്ക് കണ്ടെത്താം. അതിനു മുൻപായി രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദേവിക ആൻഡ് ഷിബിൽ, പ്ലീസ്. ദേവികയും ഷിബിലും രണ്ടുപേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. 2 തരത്തിലുള്ള പ്രകടനങ്ങളാണ് രണ്ടുപേരും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് തന്നത് ഷിബിലാണ്. ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഒപ്പം Once Upon a Time version 2.0 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.